കോളേജിലും ഓഫീസിലും ഒക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുർത്ത സെറ്റും ഉണ്ട്, അതുപോലെ ടോപ്പ് മാത്രം വരുന്നതും ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഓണത്തിന് നിങ്ങളൊരു നോർമൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് പരിഗണിക്കുന്നതെങ്കിൽ നമുക്ക് ഇതൊരു ഓണക്കൊടിയായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡിയർ ലക്ഷ്മി. അപ്പോൾ എങ്ങനെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമുക്ക് നോക്കാം. എല്ലാം പ്രാവശ്യത്തെയും പോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. നല്ല ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള നല്ല അടിപൊളി ഒരു കുർത്ത സെറ്റാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പാൻസ് വേറെയാണ്, ട്രൗസറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇതാണ് ഇതിൻ്റെ പാൻസ് വരുന്നത്. നല്ല ഫാബ്രിക് ആയിട്ടോ, നല്ല കംഫർട്ടബിളുമാണ്. ഇതിൻ്റെ ടോപ്പിൻ്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ഒരു വി നെക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു ലേസിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാര്യമായ ആഡംബരങ്ങളൊന്നുമില്ല, സാധാ ഒരു കുർത്ത സെറ്റ്, കുർത്ത. പിന്നെ പാൻസിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഇത് സാധാ ഒരു നോർമൽ പാൻസ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് പക്ഷേ ഫുൾ ലെങ്ത് അല്ല കേട്ടോ. കഴിയുമ്പോഴാണെങ്കിലും ഇതിൻ്റെ കളറ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ കളറ് പോകുന്ന ഡ്രസ്സ് ഇടുമ്പോൾ വിയർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടർ ആംസിൽ ആ ഒരു കളറൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് അങ്ങനെ വലിയ സീനും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഞാൻ കഴുകിയിട്ട് നിങ്ങളടുത്ത് റിവ്യൂ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടിയ മാക്സിമം യൂസ് ചെയ്തിട്ട് എത്ര യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കഴുകാറുള്ളൂ. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് നിങ്ങളടുത്ത് റിവ്യൂ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കയ്യോടങ്ങ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഡ്രസ്സ് നോക്കുമ്പോഴത്തേക്ക് അത് അൺഅവൈലബിൾ ആയിട്ട് എനിക്ക് കാണിക്കുന്നത്. നമ്മൾ ആ വെബ്സൈറ്റിൽ ആ പിക്ചർ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴും സെയിം കളറും എല്ലാം നല്ലത് തന്നെയായിരുന്നു. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു നീളക്കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു സൈസും കൂടി വലുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് കിട്ടുമായിരിക്കും. അപ്പം ഈ ഒരു ഷോൾഡർ ആയാലും കുഴപ്പമില്ലല്ലോ, ഇച്ചിരി ഇറങ്ങി കിടന്നതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, സ്ലീവ്ലെസ് അല്ലേ. പിന്നെ ഇതിൻ്റെ കളർ പാറ്റേണിലോട്ട് വരുവാണെങ്കിൽ ഈ പിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പർപ്പിൾ ഷെയ്ഡും പിങ്കും കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കോംബോ ആണ്. ഈ ബ്ലൂ വരുമ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ വയലറ്റും ബ്ലൂവിൻ്റെയും കൂടെ ഒരു കോംബോയിൽ വരുന്ന ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് 495 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടൻ്റെ കുർത്ത കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പാൻസ് ഇല്ല, ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇത് സ്ലീവ്ലെസ്സാണ് വരുന്നത്. ഇതിനകത്തിൽ ചൈനീസ് കോളർ നെക്കിനകത്തിൽ ഒരു ചെറിയ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ്, ലൈറ്റ് ബ്ലൂ, റെഡ് കോംബോയിൽ വരുന്ന കുറേ പ്രിൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു, അപ്പം പ്രിൻ്റൊന്നും പോയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴുകുന്ന ഡ്രസ്സിൻ്റെ പ്രിൻ്റൊക്കെ പോകാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും കഴുകുവാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ചെറുതല്ല, അത്യാവശ്യം വലിയ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കൊള്ളാട്ടോ. ബാക്കിലും ഇതുപോലെ തന്നെ പ്ലീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സ്ലിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം കയറി കിടക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട് സ്ലിറ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ചെറിയ ഒരു, നമുക്ക് കൈകൊണ്ട് തന്നെ ആ സൂചി കൊണ്ട് ചെറിയ ഒരു ടക്ക് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലോസ് ആയിക്കോളും. നമുക്കിതിൻ്റെ കൂടെ ലൈറ്റ് ബ്ലൂ ജീൻസൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസം കേട്ടോ. ഈ ഒരു പ്രോഡക്ട്സിൻ്റെ 5 കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 439 രൂപയായിരുന്നു. കറണ്ട് റേറ്റ് എന്ന് പറയുന്നത് 444 രൂപയാണ്. നിങ്ങൾക്ക് സൂപ്പർ കോയിൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 414 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വർത്താണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കുർത്ത സെറ്റാണ്. ഇതും ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നതാട്ടോ. ടോപ്പും ഉണ്ട്, ബോട്ടം വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേബി പിങ്ക് റോസ് അതിൻ്റെ ഒരു കോംബോ കളറാണ്. കൂടുതൽ ആഡംബരമൊന്നുമില്ല. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ്. പിന്നെ ഇവിടെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ചൈനീസ് കോളർ, ചെറിയൊരു ഓപ്പണിംഗ്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ ഇതിൽ റയോൺ കുറച്ച് മിക്സ്ഡ് ആണ്. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു. ചെറിയതായിട്ടൊന്ന് കളറ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ കളറ് പോയെങ്കിലും മങ്ങോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്ക് ചില പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, നമ്മളെ കഴുകും തോറും കളറ് പൊക്കോണ്ടേയിരിക്കും, പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ അതിന് നല്ല രീതിയിൽ കളർ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ ചുരിദാർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുപോലെ വരുന്ന ഒരു സംഭവമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയിട്ടും ഉണ്ടായിരുന്നു, പക്ഷേ ലൈറ്റായിട്ട്. അത് ആ കോട്ടൺ അല്ലേ, അപ്പോൾ ആ നൂലൊക്കെ ഒന്ന് അടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്ന് കരുതി എനിക്ക് ഇറുക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ബോട്ടം പാർട്ടിലോട്ട് വരുവാണെങ്കിൽ സാധാ ഒരു പാൻസ്, ഇവിടെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ഉണ്ട്, സെയിം ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന സാധാ ഒരു പാൻറ്റ്, ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോഡക്റ്റിനും 2 കളർ അവൈലബിൾ ആണ്. പിന്നെ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന അതേപോലെ അല്ല കേട്ടോ എനിക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ 2 നല്ല ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഓക്കെയാണ്. വലിയ റേറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ റേറ്റിംഗ് കുറവുള്ള പ്രോഡക്റ്റ്സ് ആണ് മിക്കതും സെലക്ട് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ വാങ്ങിച്ച സമയത്ത് 490 രൂപയായിരുന്നു. ഇതിപ്പോഴും അവൈലബിൾ ആണ്, 2 കളേഴ്സും ഉണ്ട്. നെക്സ്റ്റ് ഒരു കുർത്ത സെറ്റാണ് വരുന്നത്. ടോപ്പും ബോട്ടും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പോക്കറ്റ്സ് ഉണ്ട്. പോക്കറ്റ്സ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ കർച്ചീഫ് ഒക്കെ വെക്കാനാണെങ്കിലും, മൊബൈൽ പിന്നെ ഞാൻ കൈ പിടിച്ചുകൊണ്ട് നടക്കാത്തതുകൊണ്ട് എനിക്കതൊരു സീനല്ല. കണ്ട
അതാണ് എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഇത് നല്ലൊരു ഫാബ്രിക് ആട്ടോ. ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പഞ്ഞ് പോലെ ഇരിക്കുന്ന സാധനമാണ്. പൊതുവേ ഇതിനൊന്നും ഇങ്ങനെ സ്റ്റിഫ് ആൻഡ് ഷൈൻ ഒന്നും കൊടുക്കാറില്ല, അതുകൊണ്ടാണ് കഴുകിയിട്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്ന കോട്ടനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതിനകത്തിൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ മുക്കി കൊടുക്കണം, അതായത് കഞ്ഞി പിഴിഞ്ഞ് കൊടുക്കണം. എനിക്ക് പക്ഷേ ഇങ്ങനെ ചളാപ്പുള കഞ്ഞി പോലെ കിടക്കുന്നതാണ് ഇഷ്ടം. നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഇതിനകത്തിൽ ത്രെഡിൻ്റെ, അതായത് നമ്മൾ മെഷീൻ സ്റ്റിച്ച് ആണെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ഇല്ലേ, ആ റണ്ണിങ് സ്റ്റിച്ച് അവരിങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റോളപ്പ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല. ഇവിടെ നിറയെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു ഫ്രണ്ട് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ കൂടെയും സെയിം പാറ്റേണിലും സെയിം ഫാബ്രിക്കിലും പാൻസ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ്. സാധാ ഒരു പാൻറ്, പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയിൽ കാണിച്ചേക്കുന്നത് പോലെ അല്ല നമുക്ക് കിട്ടിയിരുന്നത്. പിന്നെ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഫോട്ടോയിൽ സോളിഡ് ആയിട്ടുള്ളൊരു കുർത്ത സെറ്റായിരുന്നു, പക്ഷെ നമുക്ക് വന്നപ്പോൾ ത്രെഡ് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും വിഷമമില്ല, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നോർമൽ കുർത്ത സെറ്റ്. നമ്മുടെ അപ്പുറത്തെ ആൻറ്റിയാന്ന് തോന്നുന്നു എവിടെയോ കഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴുകുന്ന ശബ്ദങ്ങൾ, മറ്റേ ഉരയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുള്ള് ഫ്ലോറൽ പ്രിൻ്റുള്ള കുർത്ത സെറ്റും കുർത്തയൊക്കെ അല്ലേ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊരു ഫ്ലോറൽ നെയിൽ ആർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സഹാറ സെറ്റ് എടുക്കുന്നത്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒഫീഷ്യലി ഈ ഡ്രസ്സ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നോക്കുന്ന സിൽവറിൻ്റെ കുറച്ച് ലേസ് വർക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. ഒരു പാർട്ടി മൂഡ്, പാർട്ടി വൈബൊക്കെ, ഹെൽത്തി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. നല്ല രസമായിരിക്കും. ബാക്കിൽ നന്നായിട്ട് അവർ അത്യാവശ്യം ഇറക്കി വെട്ടിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പാട്ടോ ഇതും. ഫ്രണ്ടിലും അത് തന്നെയാണ്. സ്ലീവ്ലെസ് ടോപ്പാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ്. പിന്നെ പാൻസ് ആണെങ്കിൽ സൂപ്പർ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ 485 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സഹാറ സെറ്റ് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോഴത്തെ ചൂടിന് ഇത് പൊളിയായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഗൗണാണ്. ഇതിൻ്റെ ഫാബ്രിക് ജോർജറ്റി ഫാബ്രിക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാറ്റലോഗിൽ കാണിച്ചിരിക്കുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതും ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇത് നമ്മളിന്ന് എടുത്തിരിക്കുന്നതിൽ ഏറ്റവും വില കൂടിയ സാധനം ഇതാണ്. 599 ആണ്. 599 രൂപയാണ്. ഫുൾ സ്ലീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ റിസ്റ്റിൻ്റെ എത്ര ഭാഗത്തേ വരുന്നുള്ളൂ. ഇതിൻ്റെ ലൈനിങ് സെക്ഷനിൽ അത്രയ്ക്കൊരു ക്വാളിറ്റി ഇല്ല. ഇത് പിഞ്ചി പോകുന്ന സൈസിലുള്ള ഒരു ലൈനിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യണം. ഇനിയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ വരുത്തേണ്ട ചേഞ്ചസും കാര്യങ്ങളും, ഇനി സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.